ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷം, ആരോഗ്യം, സമ്പത്ത്, വിജയം തുടങ്ങി ജീവിതത്തിൽ വേണ്ടതെല്ലാം ആകർഷിക്കാൻ സാധിക്കും. ഈ പുസ്തകത്തിന്റെ പേര് ദ പവർ എന്നാണ്. ദ സീക്രട്ട്, ദ മാജിക്, ദ ഹീറോ എന്നിങ്ങനെ ശക്തമായതും ജീവിതം മാറ്റിമറിക്കുന്നതുമായ പുസ്തകങ്ങൾ എഴുതിയ റോണ്ട ബേൺ തന്നെയാണ് ഈ പുസ്തകവും രചിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഈ മനോഹരമായ ജീവിതം ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ടെന്ന് ഗ്രന്ഥകാരി പറയുന്നു. ഈ ശക്തി ഉപയോഗിച്ച് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയൊരു ആവേശം അനുഭവപ്പെടും. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കാണാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ ഇതിലൂടെ കഴിയും. നിങ്ങൾക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശക്തി ഉപയോഗിച്ച് അത് സാധിക്കും. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ എളുപ്പത്തിൽ ഏതൊരു ബിസിനസ്സും തുടങ്ങാൻ സാധിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പോസിറ്റീവ് ശക്തിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയിൽ മുഴുകുന്നതിന് മുൻപ് ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. വീഡിയോയുടെയും പുസ്തകത്തിന്റെയും ഉള്ളടക്കത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ ഞങ്ങളുടെ വീഡിയോകൾ ചിലപ്പോൾ ദൈർഘ്യമേറിയതാകാം. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന കാര്യം, അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുതന്നെയായാലും അത് നേടിയെടുക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ജീവിതം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പവും സുന്ദരവുമാണ്. ഈ വീഡിയോ കണ്ടുകഴിയുമ്പോഴേക്കും ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അപ്പോൾ വരൂ, ഈ ശക്തിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. എന്താണ് ദ പവർ? ജീവിതത്തെ മനസ്സിലാക്കുക എന്നത് വളരെ ലളിതമാണ്. നമ്മുടെ ജീവിതം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്: പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും. ജീവിതത്തിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും അത് ആരോഗ്യമോ സമ്പത്തോ ബന്ധങ്ങളോ സന്തോഷമോ ആകട്ടെ, ഇവയിലെല്ലാം ഒന്നുകിൽ നമുക്ക് ആവശ്യത്തിലധികമുണ്ടാകും, അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറവായിരിക്കും. ഒന്നുകിൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം കാരണം നമ്മൾ ദുഃഖിതരായിരിക്കും. ഒന്നുകിൽ നമ്മൾ ബന്ധങ്ങളിൽ സന്തോഷവാനായിരിക്കും, അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കും. ആരെങ്കിലും ഒരു ജോലി ചെയ്ത് പരാജയപ്പെട്ടാൽ നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് പറയും. വിജയിച്ചാൽ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് പറയും. ജീവിതത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിയുന്ന ആ ശക്തി സ്നേഹമാണ്. നമ്മളെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ശക്തിയാണ് സ്നേഹം. നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കണമെന്ന് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നമുക്കുണ്ട്. സ്നേഹം വെറുമൊരു വികാരമല്ല, അത് ജീവിതത്തിന്റെ പോസിറ്റീവ് ശക്തിയാണ്. സ്നേഹം ഒരിക്കലും ദുർബലമാകില്ല. ഈ പ്രപഞ്ചത്തിലെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും പിന്നിലെ കാരണം സ്നേഹമാണ്. ഇവിടെ 100 വ്യത്യസ്തതരം ശക്തികളില്ല, ഒരേയൊരു പോസിറ്റീവ് ശക്തിയേ ഉള്ളൂ, അത് സ്നേഹമാണ്. ഗുരുത്വാകർഷണമോ വൈദ്യുതകാന്തിക ശക്തിയോ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേപോലെ തന്നെയാണ് സ്നേഹം എന്ന കാണാശക്തിയുടെ നിയമവും പ്രവർത്തിക്കുന്നത്. ഇത് കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. ഈ ലോകത്ത് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. സ്നേഹം കൂടാതെ നമുക്ക് ജനിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് സ്നേഹമില്ലായിരുന്നെങ്കിൽ ഇവിടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുടുംബങ്ങളോ ഉണ്ടാകുമായിരുന്നു. ഈ ലോകത്ത് നിന്ന് സ്നേഹമെടുത്തു മാറ്റിയാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 800 കോടി ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. ഒരു ശാസ്ത്രജ്ഞന് തന്റെ കണ്ടുപിടുത്തത്തോട് സ്നേഹമില്ലായിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിൽ വെളിച്ചമുണ്ടാകുമായിരുന്നു. TV, ഇന്റർനെറ്റ്, വൈദ്യുതി എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. റൈറ്റ് സഹോദരന്മാർക്ക് തുറന്ന ആകാശത്ത് പറക്കാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇന്ന് വിമാനം കണ്ടുപിടിക്കപ്പെടുമായിരുന്നു. നിങ്ങൾ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹത്തിന്റെ സഹായത്തോടെ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ചെയ്യുന്നതോ ആയ എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹമില്ലാതെ നമുക്ക് നമ്മുടെ ശരീരം പോലും അനക്കാൻ കഴിയില്ല. കാരണം രാവിലെ എഴുന്നേൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ശക്തിയുമില്ല. ഈ പുസ്തകത്തിന്റെ രചയിതാവ് നമ്മളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് രസകരമല്ലാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല? രാവിലെ എഴുന്നേറ്റാൽ ഈ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം ഈ സന്തോഷകരമായ അന്തരീക്ഷത്തിൽ മുഴുകണോ വേണ്ടയോ എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ അതിനെ പോസിറ്റീവായി എടുക്കണോ നെഗറ്റീവായി എടുക്കണോ എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്നേഹം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. സ്നേഹത്തിന്റെ നിയമം വളരെ ലളിതമാണ്. ഈ പ്രപഞ്ചത്തിൽ ചില പ്രകൃതി നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ സ്നേഹത്തിന്റെ നിയമവും പ്രവർത്തിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച വിമാനം പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വിമാനത്തിലിരുന്ന് ആകാശത്ത് പറക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എളുപ്പത്തിൽ വിമാനം പറത്താനും നിലത്തിറക്കാനും കഴിയുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമം ആകർഷണ നിയമമാണ്. അതിനെ നമുക്ക് സ്നേഹത്തിന്റെ നിയമം എന്നും വിളിക്കാം. വരൂ, ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ സൗരയൂഥമുണ്ട്. അതിൽ വ്യത്യസ്ത ഗ്രഹങ്ങളും ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യനുമുണ്ട്.
ആകർഷണശക്തി ഉപയോഗിച്ചാണ് സൂര്യൻ എല്ലാ ഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തുന്നത്. ഇതിലൂടെ മറ്റ് ഗ്രഹങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നില്ല. എല്ലാ ഗ്രഹങ്ങളും അവയുടെ കൃത്യമായ പാതയിലൂടെ കറങ്ങുന്നു. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള ആകർഷണശക്തി, ആ പോസിറ്റീവ് ശക്തിയാണ് ഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ ഈ ഗ്രഹങ്ങൾ പരസ്പരം സംരക്ഷിക്കുന്നു. ഈ ലോകത്ത് 2 തരം കാര്യങ്ങളുണ്ടെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി: പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായ ചിന്തകളെക്കുറിച്ച് നമ്മൾ അറിയാൻ പോകുന്നു. നമ്മുടെ പ്രവൃത്തി പോസിറ്റീവാകണോ നെഗറ്റീവാകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. എന്തെങ്കിലും പറയുന്നതിന് മുൻപ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നു. ഉദാഹരണത്തിന്, എന്ത് മനോഹരമായ ദിവസമാണെന്ന് ചിന്തിക്കുന്നു. അതിനുശേഷം അത് നമ്മൾ പുറത്തേക്ക് പറയുന്നു. പറഞ്ഞതിനുശേഷം ആ മനോഹരമായ വാക്കിന്റെ വികാരത്തിൽ നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നത്ര പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിയുന്നത്ര സംസാരിക്കാൻ ഗ്രന്ഥകാരി പറയുന്നു. കാരണം ഏതെങ്കിലും ബിസിനസ്സിനെക്കുറിച്ച് നിങ്ങൾ നെഗറ്റീവായി സംസാരിക്കുമ്പോൾ ആ നെഗറ്റിവിറ്റി കാരണം ലാഭത്തിന്റെ തോത് കുറയുന്നു. അതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക. കാരണം സ്നേഹത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള പരിധിയില്ലാത്ത കഴിവ് നമുക്കുണ്ട്. വികാരങ്ങളുടെ ശക്തി. നമ്മൾ ഈ ലോകത്ത് ജനിച്ച സമയം മുതൽ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധപൂർവമായ ചിന്തകളെ നിർത്താൻ കഴിയും, പക്ഷെ നമ്മുടെ വികാരങ്ങളെ ഒരിക്കലും നിർത്താൻ കഴിയില്ല. നമ്മളെല്ലാവരും വികാരങ്ങളുള്ള ജീവികളാണ്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യവും ആഴത്തിൽ അനുഭവിക്കുന്നു. നമ്മുടെ വികാരം നമ്മുടെ ഭാവി ജീവിതത്തെ സൃഷ്ടിക്കുന്നു. വികാരങ്ങൾ കൂടിച്ചേരുന്നതുവരെ നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും ശക്തിയില്ല. ദിവസം മുഴുവൻ നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരുന്നു. എന്നിട്ടും നമ്മൾ ആ ചിന്തകളിൽ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം ആ ചിന്തകൾക്കോ വാക്കുകൾക്കോ മറ്റു കാര്യങ്ങളെപ്പോലെ ശക്തമായ വികാരങ്ങളില്ല. വാക്കുകളിൽ ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങളാണുള്ളത്. ഇനി നമ്മൾ ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കും. എല്ലാ പോസിറ്റീവ് വികാരങ്ങളും സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. സ്നേഹമില്ലാത്ത ഇടത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് വികാരങ്ങൾ ലഭിക്കുന്നു. നമുക്ക് നല്ലത് തോന്നുമ്പോൾ യാന്ത്രികമായി നമ്മുടെ എല്ലാ ചിന്തകളും പോസിറ്റീവാകുന്നു. ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് എന്തു തോന്നുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം ആ പ്രത്യേക മേഖലയെക്കുറിച്ച് നമുക്ക് എന്തു തോന്നുന്നുവോ അതേ രീതിയിൽ അത് പുറം ലോകത്ത് പ്രതിഫലിക്കുന്നു. പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ പുറം ലോകത്തേക്ക് പ്രതിഫലിക്കുന്നു. നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ നമുക്ക് ജീവിതത്തെ മാറ്റാൻ കഴിയും. ജീവിതം നമ്മുടെ എല്ലാ വികാരങ്ങളോടും പ്രതികരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളുടെ 2 ചക്രങ്ങളുണ്ട്. ആദ്യത്തെ ചക്രം നല്ല വികാരങ്ങളുടെ ചക്രവും രണ്ടാമത്തേത് മോശം വികാരങ്ങളുടെ ചക്രവുമാണ്. ആദ്യത്തെ ചക്രത്തിൽ നമുക്ക് ഊർജ്ജസ്വലതയും സന്തോഷവും നന്ദിയും അനുഭവപ്പെടുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ നല്ലതായി അനുഭവിക്കാൻ തുടങ്ങുന്നു. ആ സന്തോഷകരമായ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ ചക്രം തുടരുന്നു. രണ്ടാമത്തെ ചക്രം മോശം വികാരങ്ങളുടെ ചക്രമാണ്. ഈ ചക്രത്തിൽ നമുക്ക് മോശമായി തോന്നുന്നു. അതിലൂടെ മോശം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. മോശം കാര്യങ്ങൾ കാരണം നമ്മൾ അവസാനം കൂടുതൽ മോശമായി അനുഭവിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും ഊഹിക്കാത്തത്ര മോശം കാര്യങ്ങൾ വരുന്നു. ഫീലിംഗ് ഫ്രീക്വൻസികൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാം കാന്തികമാണ്. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും പോലും ഒരു പ്രത്യേക ഫ്രീക്വൻസിയുണ്ട്. നമ്മൾ പോസിറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ പോസിറ്റീവ് വൈബ്സ് നമുക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ നെഗറ്റീവ് ഫ്രീക്വൻസിയിലായിരിക്കുമ്പോൾ വെറുപ്പ്, കുറ്റബോധം, അസ്വസ്ഥത, ദേഷ്യം എന്നിവ അനുഭവപ്പെടുന്നു. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യം നമുക്ക് നേടാൻ കഴിയും. ഇതൊരു വെറും വാക്കല്ല, ഒരു പ്രത്യേക ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ 5 ലക്ഷം രൂപ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ 5 ലക്ഷത്തിന്റെ ഫ്രീക്വൻസിയിലായിരിക്കണം. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ലഭിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2 ചോദ്യങ്ങൾ വന്നേക്കാം. 5 ലക്ഷത്തിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് നമ്മളെങ്ങനെ അറിയും? രണ്ടാമത്തെ ചോദ്യം, നമുക്ക് എങ്ങനെ എപ്പോഴും ഈ ഫ്രീക്വൻസിയിലായിരിക്കാൻ കഴിയും? നമുക്ക് എല്ലായ്പ്പോഴും ഒരേ ഫ്രീക്വൻസിയിലായിരിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ്. ഒന്നാമതായി 5 ലക്ഷത്തിന്റെ ഫ്രീക്വൻസി എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതില്ല. ആ 5 ലക്ഷം നിലവിൽ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് നിങ്ങൾ വെറുതെ അനുഭവിച്ചാൽ മതി. നിങ്ങൾക്ക് യാന്ത്രികമായി ആ ഫ്രീക്വൻസിയിൽ പോകാൻ കഴിയും. രണ്ടാമത്തെ ഉത്തരം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം രാത്രി ഉറങ്ങുന്നതിനു മുൻപും എഴുന്നേറ്റ ശേഷവും സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും വേണം. ഇതിലൂടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് 24 മണിക്കൂറും ആ കാര്യങ്ങളെ ആകർഷിക്കും. നമ്മൾ 5 ലക്ഷം എന്ന ഫ്രീക്വൻസിയിലായിരിക്കുമ്പോൾ ആ 5 ലക്ഷം നമ്മളിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. നമ്മൾ നമ്മുടെ ഫ്രീക്വൻസി മാറ്റുമ്പോൾ നമ്മൾ ആ പണവുമായി വിച്ഛേദിക്കപ്പെടുന്നു. അറിവില്ലാത്ത സാധാരണക്കാർ ഇതെല്ലാം വിഡ്ഢിത്തമാണെന്ന് പറയുന്നു. നല്ല വികാരങ്ങളുടെ ശക്തി എന്താണെന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ആ ആളുകൾ അവരുടെ സാഹചര്യങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങുന്നു. വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടിക്കാലം മുതൽ ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല.
അതിനാൽ ഈ വികാരങ്ങളെല്ലാം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ ചിലർക്ക് സന്തോഷം തോന്നുന്നു. എന്തെങ്കിലും മോശം സംഭവിച്ചാൽ ചിലർക്ക് വിഷമം തോന്നുന്നു. എന്നാൽ നെഗറ്റിവിറ്റിയുടെ അവസാന ഘട്ടത്തിലുള്ള ചില ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിൽ നല്ലതോ ചീത്തയോ എന്ത് സംഭവിച്ചാലും അവർ എല്ലാ സാഹചര്യങ്ങളിലും നെഗറ്റീവായി പ്രതികരിക്കുന്നു. അതിനാൽ നമ്മൾ നമ്മുടെ വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളുടെ ഫോണിൽ ഒരു റിമൈൻഡർ സജ്ജീകരിക്കാനും കഴിയും. അതിലൂടെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ നല്ലവരോ സ്നേഹമുള്ളവരോ ആയ വ്യക്തിയല്ല എന്നല്ല. നെഗറ്റിവിറ്റി ഉപേക്ഷിച്ച് സ്നേഹം തിരഞ്ഞെടുക്കുക എന്നതാണ് എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. ഇപ്പോൾ എന്റെ ജീവിതത്തിലെല്ലാം മോശമായി നടക്കുന്നു, പിന്നെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്ന് പലരും ചിന്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഗറ്റീവ് സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയും. അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മൾ പറയുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തൽ, വിമർശനം, പരാതി, വെറുപ്പ് എന്നിവയാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇവയെല്ലാം നെഗറ്റിവിറ്റിയുടെ രൂപങ്ങളാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിച്ചാൽ നിങ്ങൾ വലിയൊരു കാര്യം മനസ്സിലാക്കും. അതായത് ഊർജത്തിന്റെ ഈ ചെറിയ രൂപങ്ങളെല്ലാം കൂടി നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. ഇന്നു മുതൽ ഭയാനകം, മോശം, വിഡ്ഢിത്തം തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുക. അതിനു പകരം ഗംഭീരം, അതിമനോഹരം, തകർപ്പൻ, ഉജ്ജ്വലം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുക. ഹൃദയത്തിൽ തട്ടി ഒരിക്കൽ പറയൂ, നിങ്ങൾക്ക് നല്ലത് തോന്നുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഗൗരവമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഭൂതകാലത്തിൽ 90% സമയവും നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നിയിരുന്നു. ഈ ചെറിയ പോസിറ്റീവ്, നെഗറ്റീവ് ഊർജ്ജങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? ഈ പുസ്തകം ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റാം? നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ചിന്തകളേക്കാൾ 50% കൂടുതലാകുമ്പോൾ നമ്മൾ ടിപ്പിംഗ് പോയിന്റിൽ എത്തുമെന്ന് ഈ പുസ്തകത്തിന്റെ രചയിതാവ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ 51% ചിന്തകൾ നിലനിർത്തുമ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു. ഇതൊരു ബാലൻസിംഗ് ഗെയിം പോലെയാണ്. പോസിറ്റീവ് ചിന്തകളുടെയും വികാരങ്ങളുടെയും വശം ഭാരമേറിയതാണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളുണ്ടാകും. നെഗറ്റീവ് ചിന്തകളിലും വികാരങ്ങളിലുമാണ് ബാലൻസ് കൂടുതലെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളുണ്ടാകും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനിയും പല രഹസ്യങ്ങളും തുറക്കാനുണ്ട്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടാൻ മറക്കരുത്. ചിലപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങൾ ഈ ദ പവറിൽ ഉണ്ടായേക്കാം. സൃഷ്ടി. ഈ അധ്യായത്തിൽ ഈ ശക്തി ഉപയോഗിച്ച് നമ്മുടെ ജീവിതം എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ പഠിക്കും. ആരോഗ്യം, പണം, കരിയർ, ബിസിനസ്, ബന്ധങ്ങൾ എന്നിവയിലെല്ലാം നമുക്ക് എങ്ങനെ മികച്ചതാകാം. ഇപ്പോൾ നമ്മൾ ചില സൃഷ്ടിഘട്ടങ്ങൾ മനസ്സിലാക്കും. സങ്കൽപ്പിക്കുക, അനുഭവിക്കുക, സ്വീകരിക്കുക. ദ സീക്രട്ട് സിനിമ. കാരണം എന്തെങ്കിലും ആകർഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മിക്ക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആളുകൾക്ക് 3 ഘട്ട ഫോർമുല അറിയാം, പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ല. എന്നാൽ അത് ചെയ്യാനുള്ള വ്യത്യസ്ത വഴികൾ നമുക്കറിയാം. സങ്കൽപ്പിക്കുക. ആദ്യത്തെ ഘട്ടം സങ്കൽപ്പിക്കുക എന്നതാണ്. ഭാവനയിലൂടെ നമ്മുടെ മനസ്സ് നമ്മൾ സങ്കൽപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിലൂടെ നമുക്ക് വേണ്ടത് എന്താണെന്നും അത് എങ്ങനെയുണ്ടാകുമെന്നും പ്രപഞ്ചത്തിന് വ്യക്തമാകുന്നു. അനുഭവിക്കുക. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്കുള്ളിൽ ചില വികാരങ്ങളുണ്ടാകും. അത് നമുക്ക് നല്ല അനുഭവം നൽകും. ഈ വികാരങ്ങൾ വെറുതെ വരുന്നതല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യത്തോട് നമ്മൾ നന്ദി കാണിക്കണം. അപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളുമായും സ്വപ്നങ്ങളുമായും പൊരുത്തപ്പെടുന്ന കൃത്യമായ ഫ്രീക്വൻസികളും വൈബ്രേഷനുകളും നമുക്കുണ്ടാകുക. സ്വീകരിക്കുക. ഒരു ഫോൺ മറ്റൊരു ഫോണുമായി ബന്ധിപ്പിക്കുന്നത് പോലെ 2 ഫോണിന്റെയും ഫ്രീക്വൻസി പൊരുത്തപ്പെടുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി നമ്മൾ ബന്ധിപ്പിക്കപ്പെടുന്നു. നമ്മൾ മറ്റു വികാരങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ കാൾ വിച്ഛേദിക്കപ്പെടുന്നു. നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്ന രീതിയിൽ തന്നെ നമുക്കത് തിരികെ ലഭിക്കുന്നു. സങ്കൽപ്പിക്കുക. നിങ്ങളൊരു ബസ്സിലാണ്. മുന്നിൽ ഒരു ചെറിയ സുന്ദരമായ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങൾ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുന്നു. കുഞ്ഞ് തിരിച്ച് പുഞ്ചിരിക്കുന്നു. ഇതാണ് നൽകുക, സ്വീകരിക്കുക എന്ന ഫോർമുല. ഇവിടെ നിങ്ങൾ പുഞ്ചിരിച്ചപ്പോൾ ആ കുഞ്ഞ് തിരിച്ച് പുഞ്ചിരിച്ചു. അവസാനം വരെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ രണ്ടുപേർക്കും അറിയില്ല. എങ്കിലും ആ കുഞ്ഞ് നിങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ആ ചെറിയ കുഞ്ഞിന് കൊടുക്കൽ വാങ്ങൽ നിയമം അറിയാമോ? ഇതൊരു യഥാർത്ഥ ജീവിത ഉദാഹരണമാണ്. നിങ്ങൾക്കിതെവിടെയും പരീക്ഷിക്കാം. ഭാവനയിലൂടെ ഈ ലോകത്ത് കാണാൻ കഴിയുന്നതെന്തും നമുക്ക് സാക്ഷാത്കരിക്കാനാകും. നമ്മൾ പോസിറ്റീവായ എന്തെങ്കിലും സങ്കല്പിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായ സ്നേഹശക്തി അനുഭവപ്പെടുന്നു. ഇത് ഭാവനയാണോ യാഥാർത്ഥ്യമാണോ എന്ന് നമ്മുടെ മനസ്സിന് അറിയില്ല. കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മുടെ ആത്മാവാണ് അതിനെ നിയന്ത്രിക്കുന്നത്. അതാണ് നമ്മൾ. പലരും നിരീക്ഷിച്ചിട്ടുണ്ടാകാം. അവർ അവരുടെ പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ പോസിറ്റീവ് വികാരങ്ങളും വരുന്നു. ഇത് സംഭവിക്കുന്നത് ഒരു വ്യക്തി എന്തെങ്കിലും സങ്കല്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും മനസ്സ് ഡോപ്പാമൈൻ റിലീസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെന്തും ഇതിനകം നിലവിലുണ്ട്. നമ്മൾ എന്താണ് സങ്കല്പിക്കുന്നതെന്നത് പ്രശ്നമല്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ ആ കാര്യം ഇതിനകം നിലവിലുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പ് പുരാതന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നു, സൃഷ്ടി എന്തായാലും അത് ഇതിനകം ഉണ്ടാക്കപ്പെട്ടതാണ്, നിലവിലുണ്ട് എന്ന്. ഇപ്പോൾ 5000 വർഷങ്ങൾക്ക് ശേഷം
ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞൻ സ്ഥിരീകരിച്ചു. എന്തിന്റെയും ഏതിന്റെയും ഓരോ സാധ്യതയും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുവെന്ന്. ഇപ്പോൾ നമ്മൾ ഈ ലോകം കാണുമ്പോൾ ഇത് മറ്റൊന്നാണ്. നമ്മളത് കാണാത്തപ്പോൾ അത് ഊർജ്ജത്തിലും വൈബ്രേഷനുകളിലുമായിരിക്കും. നിങ്ങൾ സൃഷ്ടിപ്രക്രിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയായി എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടും നിറയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയായി എന്ന് ഓർമ്മിപ്പിക്കുന്ന വസ്ത്രങ്ങൾ, ഫോട്ടോകൾ, വാൾപേപ്പറുകൾ അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കൾ എന്നിവ നിങ്ങൾക്ക് സൂക്ഷിക്കാം. ഈ വസ്തുക്കളും വികാരങ്ങളും നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. എനിക്ക് വേണ്ടതെല്ലാം എന്റെ കൈവശമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ എന്നെ തന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് പലരും ചിന്തിക്കുന്നു. നിങ്ങളുടെ ചിന്ത കൃത്യവും സത്യവുമാണ്. അതിനായി ഞങ്ങളുടെ പക്കൽ മികച്ചൊരു സാങ്കേതിക വിദ്യയുണ്ട്. നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം വ്യാജമാണെന്നും യാഥാർത്ഥ്യത്തിൽ ഒന്നുമില്ലെന്നും നിങ്ങളുടെ ബോധമനസ്സ് നിങ്ങളോട് പറയും. അതിനാൽ അത് ഒഴിവാക്കാൻ ഈ വാചകം ദിവസവും ആവർത്തിക്കുക. വികാരങ്ങളുടെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന എന്റെ ഉപബോധ മനസ്സിനെ ഞാൻ വിഡ്ഢിയാക്കുകയാണ്. എന്റെ ഉപബോധ മനസ്സിന് യുക്തിയില്ല, അത് എല്ലാത്തിനെയും യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്നു. ഈ വാചകം ഉപയോഗിച്ച് നിങ്ങൾക്ക് നെഗറ്റീവ് സംശയമോ തടസ്സമോ ഉണ്ടാകില്ല. വികാരമാണ് സൃഷ്ടി. നമുക്ക് നല്ലതോ ചീത്തയോ തോന്നുമ്പോൾ നമുക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലമുണ്ടാകും. എല്ലാവർക്കും അവരുടേതായ കാന്തിക മണ്ഡലമുണ്ട്. അതിനെ നമ്മൾ ഓറ എന്ന് വിളിക്കുന്നു. പലപ്പോഴും നമ്മൾ ഒരു പ്രശസ്ത വ്യക്തിയെ നേരിൽ കാണുമ്പോൾ പ്രശസ്തരായ ആളുകളിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് വൈബ്സ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പരിധിവരെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. നമ്മൾ വലുതായി ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും വലുതാണെങ്കിൽ അതിന് സമയമെടുക്കുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ആകർഷണ നിയമം സമയത്തെയും സ്ഥലത്തെയും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ആ കാര്യം സംഭവിക്കാൻ തുടങ്ങുന്നു. ഓർക്കുക, ഈ പ്രപഞ്ചത്തിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. ഈ പ്രപഞ്ചം എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളായ ആ വികാരങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കാര്യം നാളെ ലഭിച്ചേക്കാം. ഇത് വികാരങ്ങളുടെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ ഭൂരിഭാഗം സമയത്തും നിങ്ങൾ പോസിറ്റീവും നല്ലതുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജനസംഖ്യയുടെ 90% ആളുകളുടെയും ഉപബോധ മനസ്സ് ഡിഫോൾട്ടായി നെഗറ്റീവ് വിശ്വാസങ്ങളാൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകാൻ നമ്മൾ ബുദ്ധിമുട്ട് നേരിടുന്നത്. നിങ്ങൾക്ക് എല്ലാ മോശം വികാരങ്ങളെയും ഇല്ലാതാക്കണമെങ്കിൽ ലളിതമായി എല്ലാ കാര്യങ്ങളിലും സ്നേഹം നൽകാൻ തുടങ്ങുക. നമ്മൾ നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ ആ നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും പോസിറ്റീവ് ശക്തിയായും സ്നേഹമായും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും നീക്കം ചെയ്യാം. ഈ ജീവിതത്തിൽ എല്ലാ ചിന്തകൾക്കും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും കൃത്യമായൊരു സ്ഥലമുണ്ട്. മോശം വികാരങ്ങളെ നമ്മൾ ഒരിക്കലും തടയരുത്. നമുക്ക് മോശമായി തോന്നുന്നില്ലെങ്കിൽ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശമാണെങ്കിൽ നമുക്ക് മോശമായി തോന്നുന്നു. അതിനുശേഷം നമുക്ക് നല്ലത് തോന്നുമ്പോൾ നമ്മൾ വളരെ നന്നായി അനുഭവിക്കുന്നു. കാരണം നമ്മുടെ ശരീരം താഴ്ന്ന വൈബ്രേഷനിൽ നിന്ന് ഉയർന്ന വൈബ്രേഷനിലേക്ക് വരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നമ്മൾ വിപരീതമായാണ് സംസാരിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കൂടുതൽ സമയവും നെഗറ്റീവായിരിക്കരുത്. പരമാവധി സമയം പോസിറ്റീവായും കുറഞ്ഞ സമയം നെഗറ്റീവായും ഇരിക്കണം. പ്രകൃതി നിയമങ്ങൾക്ക് നമ്മൾ ഒരു തടസ്സവും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് മോശം വികാരമുണ്ടാകുമ്പോൾ ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ചെറിയൊരു ഉറക്കമെടുക്കുക. എല്ലാ വികാരങ്ങളും പോയിട്ടുണ്ടാകും. ജീവിതം നിങ്ങളെ പിന്തുടരുന്നു. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഫലമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നവാഹനമാകാം. നിങ്ങൾ സ്നേഹത്തിന്റെ വികാരത്തെ പുറത്തുവിടുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങൾക്കായി വഴികളുണ്ടാക്കാൻ തുടങ്ങുന്നു. ഈ കാര്യം ക്വാണ്ടം ഫിസിക്സിന്റെ ശാഖ തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഭാവനയിൽ അവയെ പോസിറ്റീവാക്കുക. ആ കാര്യം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ കാണും. അസൂയയും നെഗറ്റിവിറ്റിയും ഉപേക്ഷിക്കുക. സ്നേഹത്തിന്റെ വികാരങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ലോകത്ത് നമുക്ക് ഒരു കാര്യം മാത്രമല്ല ഉള്ളത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത ജീവിതങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാകുമ്പോൾ ആകർഷണ നിയമം നമ്മുടെ ജീവിതത്തിൽ മാത്രമേ പ്രതികരിക്കൂ. ഇതിന്റെ ലളിതമായ അർത്ഥം ആകർഷണ നിയമം നമ്മളിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നാണ്. മറ്റാളുകൾക്ക് അവരുടെ ജീവിതത്തെ ബാധിക്കാൻ കഴിയില്ല. നമ്മളെ ബാധിക്കുന്ന ഒരേയൊരു കാര്യം മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ആകർഷണ നിയമം നമ്മുടെ വികാരങ്ങളോട് മാത്രമേ പ്രതികരിക്കൂ. നമ്മൾ പോസിറ്റീവെന്നോ നെഗറ്റീവെന്നോ പറയുന്നു. ആകർഷണ നിയമം നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ഓഫീസിൽ വൈകിയെത്തരുതെന്ന് നമ്മൾ പലതവണ പറയുന്നു. അത് പറഞ്ഞിട്ടും നമ്മൾ ഓഫീസിൽ വൈകിയെത്തുമെന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ലളിതമായി ആകർഷണ നിയമം നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും നിങ്ങളുടെ വഴിയിൽ എല്ലാ തടസ്സങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിലൂടെ നമ്മൾ വൈകുന്നു. സംഭാഷണം വാക്കുകൾ കൊണ്ടല്ല നടക്കുന്നത്, അത് വികാരങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു മോശം വാക്കുകൊണ്ട് ചിരിക്കുന്ന സംസാരം തുടങ്ങുന്നതുപോലെ ആ മോശം വാക്കുകളിൽ പോലും വികാരങ്ങൾ പോസിറ്റീവായിരിക്കും. ആർക്കും മോശമായി തോന്നില്ല. എന്നാൽ ആരെങ്കിലും ആ വാക്കുകൾ ഗൗരവമായി പറഞ്ഞാൽ മറ്റേ വ്യക്തിക്ക് നെഗറ്റീവായും മോശമായും തോന്നും. നമ്മൾ എന്തു പറയുന്നു എന്നതിലൊന്നുമില്ല, ആ വാക്കുകൾ കൊണ്ട് നമുക്ക് എന്ത് തോന്നുന്നു എന്നതിലാണ് കാര്യം. അതിനാലില്ല,
എനിക്ക് കഴിയില്ല തുടങ്ങിയ നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും മാറ്റി പകരം അതെ എനിക്ക് കഴിയും, വൗ എന്ത് അത്ഭുതകരമായ ദിവസം തുടങ്ങിയ പോസിറ്റീവ് വാക്കുകൾ ഉപയോഗിക്കുക. ട്രാഫിക് വളരെ കൂടുതലാണെങ്കിൽ ഈ ട്രാഫിക് സിഗ്നൽ എന്നെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം എന്ന് നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായി തോന്നും. നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതകഥയുണ്ടാക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആളുകളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ലോകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ കേൾക്കരുത്. നിങ്ങൾ മറ്റേ വ്യക്തിയേക്കാൾ കഴിവ് കുറഞ്ഞവരാണെന്നോ അവൻ മികച്ചവനാണെന്നോ പലരും നമ്മളോട് പറയുന്നു. അത്തരം വാക്കുകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്, കാരണം അവ സത്യമല്ല. ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ശക്തി നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നൽകുന്നു. അതിലൂടെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ കഴിയും. കുട്ടിക്കാലം മുതൽ കണ്ട കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും സത്യമല്ല. നിങ്ങൾ വെറുതെ ചിന്തിക്കുക. മനുഷ്യ മസ്തിഷ്കത്തിന്റെ മനസ്സിലാക്കാനുള്ള കഴിവ് അനന്തമാണ്. ഒരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോ 500 അല്ലെങ്കിൽ 1000 GB അല്ലെങ്കിൽ 1000 TB തന്നെ ഉണ്ടാകും. അടുത്തിടെ ഒരു ഡോക്ടർ കണ്ടെത്തിയത് നമ്മുടെ കണ്ണുകൾ 512 മെഗാപിക്സൽ ആണെന്നാണ്. ഇതുവരെ ഒരു ഉപകരണത്തിലും അത്തരം ഗുണനിലവാരമില്ല. നമുക്കൊരു ബലഹീനതയുമില്ല, കാരണം നമ്മളിൽ തന്നെ അനന്തമായി പൂർണ്ണമാണ്. ക്വാണ്ടം ഫിസിക്സ് പോലും അനന്തമായ ഗ്രഹം ഭൂമിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്തമായ പ്രപഞ്ചങ്ങൾ നിലനിൽക്കുന്നു. നമ്മൾ ഒരു റിയാലിറ്റി പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് പോകുന്നു, കാരണം നമ്മൾ ജീവിക്കുന്നിടത്ത് ഭൂതവും വർത്തമാനവും ഭാവിയും ഓരോ നിമിഷത്തിലും ലഭ്യമാണ്. നമ്മൾ ഒരു റിയാലിറ്റി പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് മാറുന്നു. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ പരിധിയില്ലാത്ത ജീവിയാണെന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ കഥ. നമ്മളിൽ തന്നെ ഒരു രഹസ്യമാണ്, അത് അനന്തമായി പൂർണ്ണമാണ്. ഡോക്ടർമാർ ആദ്യമായി ഹൃദയം കണ്ടപ്പോൾ അത് പരിമിതമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് ഡോക്ടർമാർ അത് കാണുമ്പോൾ അവർ അത് പൂർണ്ണമായി കാണുന്നു. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്തോറും നമ്മൾ അതിനെ അനന്തമായി അറിയും. സ്നേഹം പരത്തുന്നതിലൂടെ, കാര്യങ്ങൾ സങ്കല്പിക്കുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സ്നേഹം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ജീവിതം മറുപടി നൽകും. ഈ അനന്തമായ ഭൂമിയിൽ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഉള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ ആ ഭൂമിയിലേക്ക് മാറേണ്ടതുണ്ട്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏത് സാധ്യതയും ഇവിടെയുണ്ട്. ആ സാധ്യതകളിലേക്ക് പ്രവേശിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രവേശിക്കാനുള്ള വഴി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഉപയോഗിക്കുക എന്നതാണ്. അധികാരത്തിലേക്കുള്ള താക്കോൽ സ്നേഹത്തിന്റെ പരമമായ ശക്തി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മുമ്പൊരിക്കലും നൽകാത്തത്ര സ്നേഹം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് നൽകണം. ഈ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ ജീവിക്കുക. നമ്മൾ ജീവിതത്തോട് പ്രണയത്തിലാകുമ്പോൾ എല്ലാ പരിമിതികളും അപ്രത്യക്ഷമാകുന്നു. കുട്ടിക്കാലം മുതൽ 90% ആളുകളുടെയും മനസ്സ് നെഗറ്റീവായി പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ സ്നേഹിക്കാൻ ജാഗ്രത പാലിക്കണം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കാര്യങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എല്ലാം അകന്നുപോകും. കാര്യങ്ങൾക്ക് നന്ദി പറയുന്നതുവരെ നമുക്ക് സ്നേഹത്തിന്റെ അനന്തമായ ശക്തി ഉപയോഗിക്കാൻ കഴിയില്ല. സാഹചര്യം എത്ര മോശമായാലും നന്ദിയിലൂടെ നമുക്ക് ജീവിതത്തിലെ എന്തും മാറ്റാൻ കഴിയും. ബന്ധം, ആരോഗ്യം, സമ്പത്ത്, നന്ദിയുണ്ടെങ്കിൽ എല്ലാം മെച്ചപ്പെടും. ഏതൊരു കാര്യത്തിനും നമ്മൾ നന്ദി രേഖപ്പെടുത്തുമ്പോൾ കാര്യം എത്ര ചെറുതാണെങ്കിലും നമ്മൾ അതിന്റെ പല രൂപങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. നന്ദി തുടങ്ങുന്നത് 2 വാക്കുകളിലാണ്, താങ്ക് യു. നമ്മൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ ജീവിതത്തോട് നന്ദിയുള്ളവരാകുമ്പോൾ നന്ദിയിലൂടെ ഈ ലോകത്തെ ശക്തമായ ഊർജ്ജത്തിലേക്ക് നമ്മൾ വഴിയൊരുക്കുന്നു. പ്രകൃതിയിലെ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണെങ്കിൽ നമുക്കുള്ളിൽ പോസിറ്റീവ് വൈബ്സ് അനുഭവപ്പെടുകയും ഈ നന്ദി പാലത്തിലൂടെ നമ്മൾ സ്നേഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഭാവന ഉപയോഗിച്ച് ഗെയിമുകൾ നിർമ്മിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. മൊബൈൽ ഗെയിമുകളിൽ ഒരു ലെവലിന് ശേഷം ബുദ്ധിമുട്ട് കൂടുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും കളിക്കാൻ കഴിയും. ഒരു രസകരമായ ഗെയിം പോലെ ജീവിതത്തെ ആസ്വദിക്കുമ്പോൾ ജീവിതം നല്ലതാണെന്ന് നമുക്ക് തോന്നും. ഈ ഗെയിം എങ്ങനെ കളിക്കാമെന്ന് നമ്മളിപ്പോൾ പഠിക്കും. കൊച്ചുകുട്ടികൾ അവരുടെ ഭാവന ഉപയോഗിച്ച് ഗെയിം കളിക്കുന്നത് പോലെ നമ്മുടെ ഭാവന ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കാം. 21 ദിവസത്തേക്ക് നിങ്ങൾ ഈ രീതി പരീക്ഷിച്ചാൽ മതി. ഒരു അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതം മാറും. ശക്തിയും പണവും. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എനിക്ക് പണം ഇഷ്ടമാണെന്ന് പലരും പറയുന്നു. എന്നാൽ അവർക്ക് മതിയായ പണമില്ലാത്തപ്പോൾ അവർ പണത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കാൻ തുടങ്ങുന്നു. ഞാൻ സമ്പന്നനാണെന്ന് നിങ്ങൾ ഉള്ളിൽ തീരുമാനിക്കുമ്പോൾ പണം നിങ്ങളിലേക്ക് വഴി തുറക്കും. ഈ പുസ്തകത്തിന്റെ രചയിതാവ് പോലും ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അവർ ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ തുടങ്ങി. പണക്കാർ പണവുമായി മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്, പണം അവരുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. പണത്തെക്കുറിച്ച് നമുക്ക് നല്ലത് തോന്നുകയും ഉയർന്ന ഊർജ്ജത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന തുക മാറുന്നു. നിങ്ങളുടെ ബില്ലുകൾ ചെക്കുകളുടെ രൂപത്തിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ബില്ലുകൾ ഏതെങ്കിലും ചാരിറ്റി സംഘടനയിൽ നിന്നാണ് വരുന്നതെന്നും നിങ്ങൾ പ്രതിമാസം അവർക്ക് കുറച്ച് പണം സംഭാവന നൽകുന്നുവെന്നും ചിന്തിക്കുക. ഓർക്കുക, യുക്തി ബോധമനസ്സിനുള്ളതാണ്, ഉപബോധ മനസ്സിനല്ല. അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങളുടെ പക്കലുണ്ട്. സന്തോഷിക്കുക, അത് വർദ്ധിപ്പിക്കുക. അത്യാഗ്രഹമില്ലാത്ത സത്യസന്ധമായ രീതിയിൽ നമ്മൾ പണത്തെ സ്നേഹിക്കുമ്പോൾ, പണം നൽകുമ്പോൾ നമുക്ക് സ്നേഹം അനുഭവപ്പെടും.
ആരുടെയെങ്കിലും വരുമാനം വർദ്ധിക്കുന്നതോ വിജയം നേടുന്നതോ കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം അത് ആസ്വദിക്കുക. കാരണം ആസ്വദിക്കുന്നതിലൂടെ നിങ്ങൾ അതേ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഗ്രന്ഥകാരി ദ സീക്രട്ട് എന്ന സിനിമ എടുക്കുമ്പോൾ അവർ $1 മില്യൺ കടത്തിലായിരുന്നു. പിന്നീട് അവർ പണത്തെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ തുടങ്ങി. ഇത് അത്ര എളുപ്പമായിരുന്നില്ല, പക്ഷേ അവർ അത് ചെയ്തു. ഇന്ന് അവർക്ക് $100 മില്യൺ ആസ്തിയുണ്ട്. യഥാർത്ഥ പ്രതിഭകൾ ഒരിക്കലും സ്നേഹത്തിന്റെ ശക്തിയെ അവഗണിക്കുന്നില്ല. സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ് തുടങ്ങിയ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കണമെങ്കിൽ സമൃദ്ധിയുടെ വികാരത്തോടെ ആളുകൾക്ക് സേവനങ്ങൾ നൽകുക. അത് സേവനത്തിന്റെ വിലയേക്കാൾ മൂല്യമുള്ളതാണ്. ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ സ്നേഹത്തിന്റെ പരിധിയില്ലാത്ത വഴികൾ നമുക്ക് മനസ്സിലാക്കാം. പിറന്നാളിന് നിങ്ങൾ ആർക്കെങ്കിലും സ്നേഹത്തോടെ ഒരു പുസ്തകം സമ്മാനിച്ചാൽ ആ വ്യക്തി അത് ഓർമ്മിക്കുകയും അടുത്ത തവണ നിങ്ങളുടെ പിറന്നാളാകുമ്പോൾ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമ്മാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അതേ രീതിയിൽ പ്രപഞ്ചം നമുക്ക് പരിധിയില്ലാത്ത വഴികൾ നൽകുന്നു. നമ്മളത് കാണുക മാത്രം മതി. സ്നേഹത്തിന്റെ പ്രധാന നിയമം ഒരിക്കലും പണത്തെ സ്നേഹത്തിന് മുകളിൽ വെക്കരുത് എന്നതാണ്. ഗ്രഹങ്ങളെയും ഗാലക്സികളെയും 800 കോടി ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ശക്തിയാണ് സ്നേഹം. നിങ്ങൾ സ്നേഹത്തേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകിയാൽ പ്രപഞ്ചത്തിന്റെ ഒരു പ്രധാന നിയമം ലംഘിക്കപ്പെടുകയും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. ശക്തിയും ബന്ധങ്ങളും. 2 പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മുടെ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ പങ്കാളിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. നമുക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ മാറും. കാരണം ഒരു യഥാർത്ഥ ബന്ധത്തിൽ 2 ശരീരവും ഒരു ആത്മാവുമായിരിക്കും. ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്നേഹബന്ധമുണ്ടാകുന്നത് ബന്ധങ്ങളിലൂടെ തന്നെയാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. നമ്മൾ ഒരാളെ സന്തോഷത്തോടെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ നമ്മൾ പോസിറ്റീവ് വൈബ്രേഷനിൽ വരുന്നു. നമുക്ക് അവരെ ആവശ്യമുള്ളപ്പോൾ അവർ നമ്മളെ പിന്തുണയ്ക്കും. ബന്ധങ്ങളിൽ പ്രത്യേക വ്യക്തിയിലോ സ്വഭാവത്തിലോ വ്യത്യാസമില്ല. ചിലർ അത്യാഗ്രഹിയോ കപടവേഷധാരിയോ ആണെങ്കിൽ നമുക്കവരെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കാം. അത്യാഗ്രഹിയായാലും കപടവേഷധാരിയായാലും എല്ലാവരും ആത്മാവുള്ള മനുഷ്യരാണ്. അവർക്ക് സ്നേഹം ലഭിച്ചാൽ അവർ വഞ്ചിക്കില്ല. നമ്മൾ ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ പങ്കാളിയുമായി പങ്കിടുന്നു. നമ്മുടെ പങ്കാളി പോസിറ്റിവിറ്റിയോടെ എല്ലാ പരിഹാരങ്ങളും നൽകുന്നു. നമ്മൾ നമ്മുടെ ജീവിതം ഉയർന്ന തലങ്ങളിൽ ആസ്വദിക്കും. ബന്ധങ്ങളിൽ നമുക്ക് 2 തെരഞ്ഞെടുപ്പുകളുണ്ട്. ഒന്ന്, നമ്മുടെ പങ്കാളിയുടെ പോരായ്മകൾ പറയുക. രണ്ടാമത്തത്, നമ്മുടെ പങ്കാളിയുടെ എല്ലാ ഗുണങ്ങളിലും പൂർണ്ണത കാണുക. 90% ആളുകളും ആദ്യത്തേത് തിരഞ്ഞെടുക്കുന്നു. അതിനാൽ അവർ വേർപിരിയലോ വിവാഹമോചനമോ നേരിടുന്നു. എന്നാൽ 10% ആളുകൾ രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുന്നു. അവരുടെ പങ്കാളിയിൽ അനന്തമായ തലത്തിൽ പൂർണ്ണത കാണാൻ ശ്രമിക്കുന്നു. ഇതാണ് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം. ആകർഷണ നിയമത്തിന്റെ ആശയം വളരെ ലളിതമാണ്. ആരുടെയെങ്കിലും ഭാവിയിൽ നമ്മൾ സന്തോഷവാനാണെങ്കിൽ നമ്മൾ ആ ഭാവിയുമായി ചേരുന്നു. ഏതെങ്കിലും വ്യക്തിയെ നമ്മൾ അഭിനന്ദിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ നമ്മളിൽ സംഭരിക്കുന്നു. ഗോസിപ്പ് ഉപരിതലത്തിൽ ദോഷകരമല്ലായിരിക്കാം. പലരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗം സമയത്തും അവർ നെഗറ്റീവ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ നൽകുന്നതാണ് നമുക്ക് ലഭിക്കുക. അതിനാൽ കഴിയുന്നത്ര പോസിറ്റീവ് ആളുകളുമായി സംസാരിക്കുക. നമ്മുടെ ജീവിതം പുതിയ ആളുകളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്നേഹിക്കണോ വേണ്ടയോ എന്നൊരു തെരഞ്ഞെടുപ്പുണ്ടാകും. ഒരു സാഹചര്യത്തിൽ 2 വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ടാകും. ചിലർ പോസിറ്റീവായും ചിലർ നെഗറ്റീവായും ചിന്തിക്കുന്നു. എപ്പോഴും പോസിറ്റീവും സ്നേഹത്തിന്റെ ശക്തിയും തെരഞ്ഞെടുക്കുക. നെഗറ്റീവായ ഏതൊരാൾക്കുമെതിരെ ആയുധമായും ഒപ്പം നെഗറ്റീവ് ആളുകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കാനുള്ള കവചമായും പ്രവർത്തിക്കുന്ന ഒരു കാന്തിക ഫ്രീക്വൻസി സ്നേഹം പുറപ്പെടുവിക്കുന്നു. ഇതിലൂടെ നെഗറ്റീവ് ആളുകളുടെ കാന്തിക വൈബ്സിന് നമ്മുടെ വൈബ്സിനെ നെഗറ്റീവാക്കാൻ കഴിയില്ല. ചിലർ നമ്മളോട് നേരിട്ട് ദേഷ്യപ്പെടുന്നു. അവർക്ക് ദേഷ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് കാണാൻ അവരാഗ്രഹിക്കാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും അദൃശ്യമായ ഒരു വയറുകൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചുകൂടി ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ എല്ലാവരും ആംബുലൻസ് വിളിക്കുന്നു. കാരണം എല്ലാവർക്കും പരസ്പരം അറിയാത്ത ഒരു കരുതലുണ്ട്. നമ്മൾ അതിനെ നമ്മുടെ കടമ എന്ന് പറയുന്നു. എല്ലാ ആത്മീയ ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്, സ്നേഹമാണ് സന്തോഷത്തിലേക്കുള്ള വഴിയെന്ന്. ശക്തിയും ആരോഗ്യവും. ആരോഗ്യമുള്ള അവസ്ഥ എന്ന് നമ്മൾ എന്തിനെയാണ് വിളിക്കുന്നത്? രോഗമില്ലാത്തതാണ് ആരോഗ്യമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ശരാശരി അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ളവരല്ല. കാരണം നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യമുള്ളവരാകുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ മുഴുവൻ ലോകവുമുണ്ട്. എങ്ങനെ? വരൂ അറിയാം. നമുക്ക് ഹൃദയം, മസ്തിഷ്കം, കരൾ, വൃക്കകൾ, ശ്വാസകോശങ്ങൾ എന്നിങ്ങനെ പല ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങൾ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഒരു കോശത്തിന് അതിന്റെ ജീവിതകാലം മുഴുവൻ 24 മണിക്കൂറും ടീം വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പൂർണ്ണമായ കണ്ണുകളുണ്ട്. എല്ലാം പൂർണ്ണമാണ്. പൂർണ്ണ ആരോഗ്യം നേടാൻ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് നെഗറ്റീവ് വികാരങ്ങൾ തോന്നുമ്പോൾ ശരീരത്തിലെ ഓരോ കോശവും പുനരുജ്ജീവന പ്രക്രിയ ആരംഭിക്കുന്നു. ഈ പ്രക്രിയയിലൂടെ എല്ലാ പോസിറ്റീവ് കോശങ്ങളും നെഗറ്റീവായി ജനിക്കാൻ തുടങ്ങുന്നു.
അതുകൊണ്ട് നമ്മൾ പോസിറ്റീവും ഗംഭീരവുമായ വികാരത്തോടെ ജീവിതം നയിക്കണം. എല്ലാ സൗന്ദര്യവും സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് പരിധിയില്ലാത്ത സൗന്ദര്യമുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അഭിനന്ദനത്തേക്കാൾ കൂടുതൽ വിമർശിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് നെഗറ്റീവ് സംസാരിക്കാനും നമ്മൾ സമയം കളയുന്നു. എല്ലാ തെറ്റുകളും കണ്ട് സങ്കടപ്പെടുന്നതിന് പകരം നമുക്ക് നല്ല ഗുണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സന്തോഷം പരത്താനും കഴിയും. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എത്ര പ്രായമുള്ളവരായി കാണപ്പെടുന്നു എന്നത് പ്രശ്നമല്ല. നമ്മൾ നമ്മളെ തന്നെ ചെറുപ്പമായി കാണുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കാരണം നമ്മുടെ ആത്മാവ് നമുക്ക് ഊർജം നൽകുന്നു. അതിലൂടെ നമുക്ക് വേണ്ടത് ചെയ്യാൻ കഴിയും. ആത്മാവും ഉപബോധ മനസ്സും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകരുത്. രണ്ടും ഒന്നാണ്. എന്തുകൊണ്ടാണ് ഗ്രന്ഥകാരി ഈ പുസ്തകത്തിൽ സ്നേഹമാണ് സത്യമെന്ന് പറഞ്ഞിരിക്കുന്നത്? വരൂ അറിയാം. എല്ലാത്തിനും ജന്മം നൽകുന്ന ഒരു പ്രപഞ്ച പോസിറ്റീവ് ശക്തിയാണ് സ്നേഹം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സമയം ബഹിരാകാശത്ത് സാവധാനത്തിലും ഭൂമിയിൽ വേഗത്തിലുമാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്നേഹവുമായി താരതമ്യം ചെയ്താൽ അത് സത്യമല്ല. പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും സ്നേഹം ഒരേപോലെ പ്രവർത്തിക്കുന്നു. പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല. എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിലെ കാരണം സ്നേഹമാണ്. ശക്തിയും നിങ്ങളും. ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഊർജം, വൈബ്രേഷൻ, ഫ്രീക്വൻസി എന്നിവ മനസ്സിലാക്കണമെന്ന് മഹാനായ ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല ഒരിക്കൽ പറഞ്ഞു. എല്ലാത്തിനും ഒരൊറ്റ സ്ഥിര ഫ്രീക്വൻസിയുണ്ട്. നമ്മൾ ഏതെങ്കിലും ഫ്രീക്വൻസിയുമായി ബന്ധിപ്പിക്കുമ്പോൾ ജീവിതം നമുക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ശരീരത്തോടൊപ്പമാണ്. നമുക്ക് ഫ്രീക്വൻസികൾ ഉണ്ടാക്കാനും ഏത് ഫ്രീക്വൻസിയുമായും ബന്ധിപ്പിക്കാനും കഴിയും. നമ്മൾ നമ്മുടെ ഡയറിയിൽ ഒരു കഥ എഴുതണം. ഭാവനയിൽ അത് എത്ര തവണ കാണാൻ കഴിയുമോ അത്രയും കാണണം. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളുടെ ഭാവനയോട് പ്രതികരിക്കും. നമ്മുടെ സ്വന്തം സിനിമ കാണുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ ശരിയായ ദിശ ലഭിക്കും. കാരണം പലർക്കും അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവസാനം വരെ അറിയില്ല. നമുക്ക് യഥാർത്ഥ ജീവിതത്തിലും ആകർഷണ നിയമം കൊണ്ട് കളിക്കാം. നമുക്ക് ശാരീരിക തെളിവുകളും ചോദിക്കാം. നമ്മൾ സ്നേഹിക്കുന്ന കാര്യമാണ് നമ്മുടെ രഹസ്യചിഹ്നം. രഹസ്യചിഹ്നം കാണുമ്പോഴോ അതിന്റെ പേര് കേൾക്കുമ്പോഴോ നമുക്ക് സന്തോഷം തോന്നുന്നു. നമ്മുടെ കണ്ണുകളിൽ തിളക്കമുണ്ടാകും. രാവിലെ എഴുന്നേറ്റ ശേഷം ഈ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നുവെന്ന് ഗ്രന്ഥകാരി പറയുന്നു. ഇന്നലെയേക്കാൾ കൂടുതൽ ജീവനുള്ളതായി എനിക്ക് ദിവസവും തോന്നുന്നു. എല്ലാ ദിവസവും രാവിലെ 15 മുതൽ 20 മിനിറ്റ് വരെ എനിക്ക് സ്നേഹം അനുഭവപ്പെടുന്നു. ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്റെ ജീവിതം മാന്ത്രികമായി മാറുന്നു. അതുകൊണ്ട് നിങ്ങളും ഇത് ദിവസവും ചെയ്യണം. ചിന്തിക്കുക, സ്നേഹത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിയും? നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നെഗറ്റീവ് ആളുകളോട് സംസാരിക്കുന്നു. മിക്കപ്പോഴും നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നു. എന്നാൽ ഓരോ തെറ്റിനും ക്ഷമ പറയുകയും നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ നന്ദി പറയുകയും ചെയ്യുന്ന ഒരാളെ ലഭിച്ചാൽ നമ്മൾ ആരുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കും? ഉത്തരം നിങ്ങൾക്കറിയാം. നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിലെല്ലാം നിഷ്പക്ഷമാണ്. ഒന്നും നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള ലേബലോടെ വരുന്നില്ല. നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടോ ഇല്ലയോ, നല്ല ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിലൂടെ നമ്മൾ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. കൊലപാതകം ഒരു നല്ല മനുഷ്യന് പാപമാണെങ്കിൽ അതേ കാര്യം ഒരു മോശം മനുഷ്യന് നല്ലതും സാധാരണവുമാണ്. സ്നേഹത്തിന്റെ ശക്തിയെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. പണ്ടുകാലത്ത് നെഗറ്റിവിറ്റിയെ പിശാച് അല്ലെങ്കിൽ തിന്മയെന്നും പോസിറ്റിവിറ്റിയെ മാലാഖ എന്നും വിളിച്ചിരുന്നു. വെറുപ്പിന് ഒരിക്കലും സ്നേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. കാരണം കുട്ടിക്കാലം മുതൽ നല്ലത് ചെയ്യാൻ പഠിപ്പിക്കാത്തവരും കുട്ടിക്കാലം മുതൽ നെഗറ്റിവിറ്റി നിറഞ്ഞവരുമായ ആളുകളുണ്ട്. നമ്മൾ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുകയോ അവരെ മനസ്സിലാക്കിക്കുകയോ ചെയ്താൽ അവർക്ക് പോലും സ്നേഹത്തിന്റെ ശക്തിയെ അവഗണിക്കാൻ കഴിയില്ല. ശക്തിയും ജീവിതവും. മനുഷ്യന് എന്തും സങ്കല്പിക്കാൻ കഴിയും, പക്ഷേ നമ്മുടെ ആത്മാവിനെയും ജീവനെയും സങ്കല്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇത് പ്രകൃതിയുടെ തെറ്റാണോ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് നമുക്കുണ്ടാക്കാൻ കഴിയും എന്നതാണ് പ്രകൃതി നിയമം. പക്ഷേ നമ്മളെ സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇതിനകം നിലവിലുണ്ട്. നമ്മൾ സൃഷ്ടിയുടെ ഭാഗമാണ്. നമ്മൾ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ഇനിയും ഉണ്ടാകും. സ്വർഗം നമ്മുടെ ഉള്ളിലാണ്, ഈ ശരീരത്തിലല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ. പുരാതന കാലത്ത് സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസി അനുഭവപ്പെടുമ്പോൾ അവർ അതിനെ സ്വർഗം എന്ന് വിളിച്ചു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വർഗം അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിന്റെ അതേ ഫ്രീക്വൻസിയുമായി നമ്മൾ പൊരുത്തപ്പെടണം. അത് ശുദ്ധമായ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഫ്രീക്വൻസിയാണ്. നമ്മൾ ശാശ്വതരാണ്. അതിനർത്ഥം തുടക്കവും അവസാനവുമില്ല എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും അനുഭവിക്കാൻ നമുക്ക് പരിധിയില്ലാത്ത സമയമുണ്ട്. കാരണം നമ്മൾ എന്നേക്കുമായി ജീവിക്കുന്നു, നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറ്റു മാനങ്ങളിലേക്കും മറ്റു ലോകങ്ങളിലേക്കും പോകാൻ കഴിയും. ഇത് സൃഷ്ടിയുടെ ഭാഗമായതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. 2 കാര്യങ്ങളല്ലാതെ ഈ ഭൂമിയിൽ നമുക്ക് മറ്റ് കാരണങ്ങളൊന്നുമില്ലെന്ന് ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു. ഒന്നാമത്തത് നന്ദി പറയുക, രണ്ടാമത്തത് ജീവിതം പൂർണ്ണമായി ജീവിക്കുക. ഈ ജീവിതത്തിലെ എല്ലാ മനോഹരമായ കാര്യങ്ങളും ആസ്വദിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമാണ് നമ്മൾ ഈ ലോകത്തിലുള്ളത്. ഇതാണ് നമ്മുടെ ജീവിതം. സ്നേഹം പോലുള്ള അമൂല്യമായ സമ്മാനം ഉപയോഗിക്കുന്നതുവരെ ഒരു വ്യക്തിയും സമ്പന്നനായിരുന്നില്ല. നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതിലൂടെ ഞങ്ങളുടെ മോട്ടിവേഷൻ സ്ഥിരമായി വളരുന്നു.